ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2025 ക്ലാസ് സീരീസിൽ ഇന്ന് നമ്മൾ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിൻ്റെ അടുത്ത പാർട്ടിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു കളക്ഷനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. 10 ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലാത്ത ടൈപ്പ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾ വെറുതെ പാർട്ട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ല, അത് നോർമലായിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ദിശ അക്കാഡമിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടും. അതൊക്കെ കണ്ടു നോക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ ഇതിലെ ഗുഡ് ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇങ്ങനത്തുള്ള ഒരു സീരീസ്, ഈ CGL 2025 വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഇത്രയും ക്ലാസ്സുകൾ, അത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്തതാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് പ്ലേലിസ്റ്റ് കീപ്പ് ചെയ്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചോളുക. അപ്പോൾ ഇന്ന് നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുമ്പേ ഓൺലൈൻ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള അടിപൊളി ക്ലാസ്സുകൾ, ഏറ്റവും നല്ല മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ കാണുമ്പോൾ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നും, പക്ഷേ ഇതിനൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരിക്കലും നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എയും ബിയും സിയും ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ് ഇൻ ദ റേഷ്യോ 3:6:5. അപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റൊരു കാര്യം മതി. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം. പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈമിന്റെയും റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഫസ്റ്റ് ആൾ I1 ഇൻവെസ്റ്റ് ചെയ്തു T1 സമയത്തേക്ക്, രണ്ടാമത്തെ ആൾ I2 ഇൻവെസ്റ്റ് ചെയ്തു T2 സമയത്തേക്ക്. അതായിരിക്കും അവരുടെ റേഷ്യോ, പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. എയും ബിയും സിയും ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ് ഇൻ ദ റേഷ്യോ 3:6:5. എ ആൻഡ് സി ആർ വർക്കിംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണ്. ഓൺലി ബി ഈസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ബി എന്താണ്? സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. ഹെൻസ് ദ ഷെയർ വിൽ ബി, ഹിസ് ഷെയർ വിൽ ബി 3/4 ഓഫ് വാട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇഫ് ഹി വേർ എ വർക്കിംഗ് പാർട്ട്ണർ. അപ്പോൾ വർക്കിംഗ് പാർട്ട്ണർ ആയിരുന്നെങ്കിൽ 4 കിട്ടുമായിരുന്ന സ്ഥലത്ത് അയാൾ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട്, അപ്പോൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് അയാൾക്ക് 3 കിട്ടത്തുള്ളൂ, 3/4 കിട്ടത്തുള്ളൂ. കിട്ടേണ്ടിയിരുന്ന പൈസയുടെ 3/4 കിട്ടത്തുള്ളൂ. ഇഫ് ദേ മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 50,000, ഹാഫ് ഓഫ് വിച്ച് ഈസ് റീഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ്. അതായത് 50,000 കിട്ടിക്കഴിഞ്ഞാൽ 25,000 നമുക്ക് കയ്യിലുള്ളൂ. ആൻഡ് ദ അതർ ഹാഫ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ദെൻ ഹൗ മച്ച് ഡസ് സി ഗെറ്റ്? സിക്ക് എത്ര രൂപ കിട്ടും? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ടൈം ഒന്നും തന്നിട്ടില്ല. ടൈം തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം പ്രോഫിറ്റിൻ്റെ റേഷ്യോയും ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോയും സെയിം ആണ്. അതായത് ഇവർക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അതേ റേഷ്യോ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? 3x 6x 5x. റേഷ്യോ 3:6:5 ആണ്. എക്ക് 3x കിട്ടിയാൽ ബിക്ക് 6x സിക്ക് 5x ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷേ ആരാണ് നമ്മളുടെ സ്ലീപ്പിംഗ് പാർട്ട്ണർ? നമ്മുടെ ബി ആണ്. ബി സ്ലീപ്പിംഗ് ആണ്. അപ്പോൾ ബിക്ക് എത്ര കിട്ടും? 6xന് പകരം 6xന്റെ എത്ര കിട്ടത്തുള്ളൂ? ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലായിരുന്നെങ്കിലും. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നല്ല, അയാൾ ആക്റ്റീവ് അല്ല, വർക്ക് മാനേജ് ചെയ്യാൻ ആക്റ്റീവ് അല്ല. മറ്റവർക്ക് കിട്ടുന്നതെന്ന് പറയുന്നില്ല. 6xന്റെ ആയിരുന്നു നമുക്ക്, അയാൾ ആക്റ്റീവ് അല്ലായിരുന്നെങ്കിൽ, ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് 6x കിട്ടിയേനെ. പാസീവ് ആയതുകൊണ്ട്, സ്ലീപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ 3/4, 18/4. നമുക്ക് 9x/2 ആയിരിക്കും ബിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3x ആണ് എക്ക് കിട്ടുന്നത്, ബിക്ക് 9x/2 ആണ് കിട്ടുന്നത്, സിക്ക് 5x ആണ് കിട്ടുന്നത്. ആക്റ്റീവ് ആയതുകൊണ്ട് മറ്റവർക്ക് എക്സ്ട്രാ ഒന്നും കിട്ടുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത്രയും കൂട്ടുന്ന ഈ ഒരു പ്രോഫിറ്റിന്റെ അളവാണ് 50,000 അല്ല, അതിനകത്ത് പകുതി എന്ത് ചെയ്തു? റീഇൻവെസ്റ്റ് ചെയ്തു. ബാക്കി 25,000. ബാക്കി 25,000 രൂപ ഇങ്ങനെ ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. എക്ക് 3x കിട്ടിക്കഴിഞ്ഞാൽ ബിക്ക് 9x/2, സിക്ക് 5x. നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് എല്ലായിടത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6x വരും, ഇവിടെ 9x തന്നെ, ഇവിടെ 10x തന്നെ. 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 50,000, 50k എന്ന് കിട്ടും. അപ്പോൾ 6, 9, 15, 10, 25. 25xന്റെ വാല്യൂ ആണ് 50k. 50k എന്ന് പറഞ്ഞാൽ k എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ 25 വെച്ച് കിട്ടുമ്പോൾ 2k എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 2000 എന്ന് കിട്ടി. അപ്പോൾ x 2000 ആണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സിക്ക് എത്ര കിട്ടും? സിക്ക് എത്രയാണ് കിട്ടുന്നത്? 5x ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 5 × 2000, നമുക്ക് 10,000 ആൻസർ കൊടുക്കാം. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു സീരീസ്. സീരീസിലെ എല്ലാ ക്വസ്റ്റ്യനും, ഏകദേശം 50ഓളം ക്ലാസ്സുകൾ, ഇതേപോലെ 500ഓളം ക്വസ്റ്റ്യൻസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളുടെ CGL പ്രിലിംസ് പ്ലസ് മെയിൻസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. A started a business with a capital of 54,000 and admitted B and C after 4 months and 6 months respectively. At the end of the year, the profit was divided among the three in the ratio 1:4:5. What is the sum of the capital invested by B and C? ഇപ്പോൾ കഴിഞ്ഞ
CGL എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. A 54,000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്. നമുക്കിവിടെ 54,000 രൂപ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബിയും സിയും 4 മാസം 6 മാസം കഴിഞ്ഞ് വന്നു. ഇവിടെ എന്താ പ്രോഫിറ്റിന്റെ റേഷ്യോ വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രോഫിറ്റിന്റെ റേഷ്യോ ടൈമിന്റെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തിന്റെ റേഷ്യോ കിട്ടും? ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ കിട്ടും. അപ്പോൾ നമുക്ക് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എഴുതാം. ആദ്യത്തെ ആളുടെ പ്രോഫിറ്റ് 1, രണ്ടാമത്തെ ആളുടെ പ്രോഫിറ്റ് 4, സിയുടെ പ്രോഫിറ്റ് 5. ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആള് എ എന്ന് പറയുന്ന ആള് A B C. എ എത്ര മാസം വർക്ക് ചെയ്തു? എ ആദ്യം മുതലേ ഉണ്ട്. എവിടെ വരാണ്? ആഫ്റ്റർ 1 ഇയർ. അപ്പോൾ 1 ഇയർ മൊത്തത്തിൽ ആരുണ്ട്? എ ഉണ്ട്. അതായത് 12 മാസം എ ഉണ്ട്. ബി എത്ര വന്നത്? ബി 4 മാസം കഴിഞ്ഞിട്ടാണ് ബി വന്നത്. അതായത് 12 അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 12 മാസം കഴിയുമ്പോഴത്തേക്കും 4 മാസം കഴിഞ്ഞ് വന്ന ബി എത്ര നാൾ വർക്ക് ചെയ്താണ്? 8 മാസം വർക്ക് ചെയ്തു. സി 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. 6 മാസം കഴിഞ്ഞിട്ട് വന്ന ആള് എത്ര മാസം വർക്ക് ചെയ്താണ്? 6 മാസം വർക്ക് ചെയ്താണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും റേഷ്യോ ആക്കാൻ വേണ്ടി 12 കൊണ്ട് കുടിക്കാം. ഇത് 1/2 ആണ്. 1/2 ആണ്. 12 കൊണ്ട് എല്ലായിടത്തും കുടിക്കാം. ഡിനോമിനേറ്ററിന്റെ LCM കൊണ്ട് കുടിക്കാം. 12 കൊണ്ട് കുടിക്കുമ്പോൾ ഇവിടെ 1 വരും. 12 കൊണ്ട് കുടിക്കുമ്പോൾ 12/2 6 വരും. 12 കൊണ്ട് കുടിക്കുമ്പോൾ 12/6 2 5 2 10 വരും. അതായത് 1:6:10 ആണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? 54,000. ഒന്നിന്റെ വാല്യൂ ആണ് 54K എന്ന് പറയുന്നത്. 54,000 എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ള എന്താ? ക്യാപിറ്റൽ സം ഇൻവെസ്റ്റഡ് ബൈ ബി ആൻഡ് സി. റേഷ്യോ പ്രൊപ്പോർഷൻ അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. 6ഉം 10ഉം. ഒന്നിന്റെ വാല്യൂ ആണ് 54. നമുക്ക് 6ഉം 10ഉം 16ന്റെ വാല്യൂ വേണം. 16 എന്ന് പറഞ്ഞാൽ 16 ഗുണം 54 1000. അപ്പൊ 3 0 എന്തായാലും കാണും. ആൻസറിനകത്ത് 3 0 കാണും. ഇതല്ല 3 0 ഉണ്ട്. ഇത് രണ്ട് ഏതോ ആണ്. ഡീറ്റെയിൽസ് നമുക്ക് സെയിം ആണ്. ഇതിന്റെ 864 864 3 0 ഉണ്ട്. 6 4 24. അപ്പോൾ 3 0-ന് തൊട്ട് മുമ്പുള്ള വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. 4 കഴിഞ്ഞിട്ട് അല്ലെ 6 4 24. 4 കഴിഞ്ഞിട്ട് 3 0. 4 കഴിഞ്ഞിട്ട് 3 0 ആയിട്ടുള്ളതാണ് ഓപ്ഷൻ ബി ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ഒരു വഴിയിൽ ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പണ്ട് CGLന്റെ മെയിൻസിനും CGLന്റെ പ്രിലിംസിനും ഒക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോകേണ്ടത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റാങ്കിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു മാർക്കിലോട്ട് എത്തിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ. 2 friends A and B started a business by investing 15,000, 15 lakhs and 25,000 ആണ്. 15,000 and 25,000 2,50,000. 1.5 ലക്ഷം 2 ലക്ഷം. They agreed to distribute. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണ്? 4 നോക്കണ്ട. 15 25 5 വെച്ച് കിട്ടുമ്പോൾ 3:5 ആണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. They agreed to distribute their earnings in the same ratio of their investment. പ്രോഫിറ്റ് 3:5 റേഷ്യോയിലാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ 1 ഇയർ പ്രോഫിറ്റ് വാസ് ഏൺഡ് ആസ് 6 lakh. 6 ലക്ഷം രൂപ അവർക്ക് പ്രോഫിറ്റ് കിട്ടി. ഈച്ച് ഓഫ് ദം ആഡഡ് ₹50,000 ടു ദെയർ റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് പ്രോജക്റ്റ്. അപ്പോൾ അവർക്ക് കിട്ടിയ പൈസയ്ക്കകത്തോട്ട് 50,000 വെച്ച് രണ്ടുപേരും ആഡ് ചെയ്തു. എന്നിട്ട് വേറൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ പ്രോജക്റ്റിന് 4,20,000 രൂപ ലാഭം കിട്ടിയെങ്കിൽ എയുടെ ഷെയർ എന്നാണ്. ഇവിടെ കാൽക്കുലേഷൻ കുറച്ച് കൂട്ടി ചോദിക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 3:5 ആണ്. ഇതേ റേഷ്യോയിലായിരിക്കും അവരുടെ പ്രോഫിറ്റും. കാര്യം ടൈം ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ 5 3 8. എക്ക് 3 കിട്ടിയാൽ ബിക്ക് 5 ആണ് കിട്ടുന്നത്. അപ്പോൾ 5 3 8 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 6 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 4 5 60/8 എന്ന് പറയുമ്പോൾ 7.5 ആണ്. 600/8 എന്ന് പറയുമ്പോൾ 75 ആണ്. അപ്പോൾ 75,000 ആണ് ഒന്നിന്റെ വാല്യൂ. അപ്പോൾ എക്ക് 3 × 75 225 3 0. ബിക്ക് 5 × 75 375 3 0 75,000 ആണ് കേട്ടോ. ഇത്രയാണ് എക്കും ബിക്കും കിട്ടുന്ന പൈസ. ഇതിനകത്തോട്ട് എ എന്ത് ചെയ്യുന്നുണ്ട്? 50,000 ആഡ് ചെയ്യുന്നുണ്ട്. ബിയും 50,000 ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ്, പുതിയ പ്രോജക്റ്റിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഇതിന്റെ റേഷ്യോയിലായിരിക്കും ഇവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. കാര്യം ടൈം എന്താണ് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം? എല്ലാത്തിൽ നിന്നും 3 0 കളയാം. 3 0 പോയി 3 0 പോയി 3 0 പോയി. ഇനി എല്ലാത്തിൽ നിന്ന് എന്ത് ചെയ്യാം? എല്ലാത്തിലും 25 ഉണ്ട്. 25 വെച്ച് കിട്ടുമ്പോൾ 25 ഗുണം എത്രയാണ്? 9 ആണ്. 25 ഗുണം 2 ആണ്. 25 ഗുണം 1 15 ആണ്. 25 ഗുണം 2 ആണ്. റേഷ്യോ എന്തിട്ട് 9 2 11:17 കിട്ടും. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പുതിയ പ്രോഫിറ്റിന്റെ റേഷ്യോ. പുതിയ പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ റേഷ്യോ. ഇതാണ് ആർട്ട് ഓഫ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്ക് 17 യൂണിറ്റ് കിട്ടിയാൽ ബിക്ക് 18 യൂണിറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ 17 18 11 17 11 17 28 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 42 1 2 3 4 4 0 എത്ര 0 ആയിക്കോട്ടെ. ചോദിച്ചിരിക്കുന്നത് എന്താ? എയുടെ പ്രോഫിറ്റ് 11 യൂണിറ്റ് ആണ്.
28ന്റെ വാല്യൂ ഇതാണെങ്കിൽ 11ന്റെ വാല്യൂ ഇത്ര. ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. വേറെ ഒന്നും നോക്കണ്ട. 14 ഗുണം 2 ആണ്, 14 ഗുണം 3 ആണ്. 33/2 16 33/2 16. ഇപ്പം നോൺ സീറോ ഡിജിറ്റ് 16 വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. അപ്പം ഇതിനെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഡെയിലി മാത്സിന്റെ കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാത്തവർ എന്ത് ചെയ്യാനേ വഴിയുള്ളൂ? ഇത് കണ്ട് പേടിച്ചിരിക്കാനേ വഴിയുള്ളൂ. അപ്പം അങ്ങനെ ആവരുത്. ചെയ്ത് പഠിക്കുക. കാൽക്കുലേഷനൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ റേഷ്യോ കിട്ടി. നമുക്ക് പുതിയ പ്രോജക്റ്റിലെ പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടി. 11 എക്ക് കിട്ടിയാൽ ബിക്ക് 17 ആണ്. ഇതൊക്കെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 28ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ള. 28ന്റെ കറസ്പോണ്ട് ചെയ്യുന്നു 42,000 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4,20,000 എന്ന് പറയുന്നത്. അങ്ങനെ 11ന്റെ വാല്യൂ ആണ് വേണ്ടത്. 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. നോൺ സീറോ ഡിജിറ്റ് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. 2 businessmen A and B invest in a business in the ratio 5:8. They decided to reinvest 30% of the profit they earned back into the business. The remaining profit they distributed amongst themselves. If A share of the profit was 87,500, then how much profit did the business make? ഇവിടെ പെർസെൻറ്റേജ് എന്താണെന്ന് നന്നായിട്ട് അറിയണം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 87,500 രൂപയാണ്. എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 87,500 രൂപയാണ് എക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റിന്റെ. ഇപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 5:8 ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഇവർ പ്രോഫിറ്റ് പി ആണെന്ന് വെച്ചോ, ടോട്ടൽ പ്രോഫിറ്റ് പി ആണെന്ന് വെച്ചോ, അതിന്റെ 30% ഇവർ എന്ത് ചെയ്യുവാണ്? റീഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ബാക്കി ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇതിന്റെ 70% ബാക്കിയുള്ളൂ. 7/10 എഴുതിയാൽ മതി. 70% ബാക്കിയുള്ളൂ. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവര് ഡിവൈഡ് ചെയ്യുന്നത്. ഏത് റേഷ്യോ? 5:8. ഇതിനെയാണ്, ഈ വാല്യൂവിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രോഫിറ്റിന്റെ 70% ആണ് ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. അത് എക്ക് എത്ര കിട്ടും? ടോട്ടൽ 13 ഉണ്ടെങ്കിൽ അതിൽ 13ൽ 5 ആണ് എക്ക് കിട്ടുന്നത്. 5/13 ആണ് എക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് 87,500. നമുക്ക് എന്ത് വേണം? പിയുടെ വാല്യൂ ആണ് വേണ്ടത്. ഇത് നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ്. ഇതെന്ത് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും? ഇതും പോയി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡിജിറ്റ് സം അപ്ലൈ ചെയ്യാം. ഡിജിറ്റ് സം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 10, ഇത് 4 ആണ്, 3 4 ആണ്, 4 ഇവിടെ വരുന്നു. 15 5 20 ആണ്. ഓക്കെ, ഇവിടെ എന്ത് വരും? 7 5 35. 35ന് 8 ആണ്. താഴെ 8 വരുന്നു. മേളിൽ 8 കൊണ്ട് ഗുണിക്കണം. 8 4 32. 32 5 ആണ് അല്ലേ? 32 5 ആണ്. 15 5 20 2. 5 2 10. ഡിജിറ്റ് സം എത്ര വരും? 1 വരും. ഡിജിറ്റ് സമ്മിന്റെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അത് പോയി കാണും. ഡിനോമിനേറ്ററിൽ 35 വന്നു കഴിഞ്ഞാൽ അടിയിൽ എത്രയാണ്? 8 ആണ് വരുന്നത് ഡിജിറ്റ് സം. അടിയിൽ എത്ര വന്നാൽ മേളിൽ താഴെ 8 കൊണ്ട് ഗുണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 കൊണ്ട് ഇത് വെട്ടുക, 7 കൊണ്ട് ഇത് വെട്ടുക, 13 കൊണ്ട് ഗുണിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. ഡിജിറ്റ് സം എത്ര വന്നേ? ഡിജിറ്റ് സം 1 വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടി ചെയ്യാം. എങ്ങനെയായാലും നിങ്ങൾ കാൽക്കുലേഷൻ നിങ്ങളുടെ വഴിക്ക് ചെയ്യുക. ഇത് 2 ആണ് ഡിജിറ്റ് സം, ഇത് 7 ആണ് ഡിജിറ്റ് സം, 15 15 6 ആണ് ഡിജിറ്റ് സം, ഇത് 7 3 10 10 ആണ് ഡിജിറ്റ് സം. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അല്ലെങ്കിൽ 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാൽക്കുലേഷൻ ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് ആർട്ടാണ്. അത് മാസ്റ്റർ ചെയ്യുക. അതിന് ഡെയിലി ക്ലാസ്സുകൾ കാണുക. ഡെയിലി ക്ലാസ്സുകൾ കണ്ട് പഠിക്കും. ഒരു 6 മാസം നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 മാസം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ച് അറിയാൻ പറ്റും. അടുത്ത ദിവസം എ ആൻഡ് ബി entered into a partnership with a certain investment. At the end of 8 months, A withdrew and collected back his money. A and B received a profit in the ratio 5:9. ഇപ്പോൾ എക്ക് 5 പ്രോഫിറ്റ് കിട്ടിയാൽ ബിക്ക് 9 ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്നാണ് P1/P2 എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് I1 × T1 ഡിവൈഡഡ് ബൈ I2 × T2 ആണ്. എ ആൻഡ് ബി റിസീവ്ഡ് പ്രോഫിറ്റ് കിട്ടി. അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ ആണ്, 12 മാസമാണ്. ബി ഹാഡ് ഇൻവെസ്റ്റഡ് ₹36,000. ബി 36,000 ഇട്ടെങ്കിൽ എ എത്ര ഇട്ടു? എയുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അറിഞ്ഞൂടെ, എ എന്ന് അറിയാം. എ എത്ര മാസത്തേക്കാണ് നിന്നേ? 8 മാസത്തേക്ക്. 8 മാസമാണ് എ നിന്നത്. ബി എന്താ ചെയ്തത്? ബി 36,000 എ ഇട്ടു. എത്ര മാസത്തേക്ക് നിന്നു? 12 മാസത്തേക്ക് നിന്നു. കാൽക്കുലേഷൻ ചെയ്തിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ 2, ഇവിടെ 3 ആണ്. ഇവിടെ നമുക്ക് 9 വെച്ചിട്ടുമ്പോൾ 4 വന്നു. ഇവിടെ 2 വെച്ചിട്ടുമ്പോൾ ഇവിടെ 2 വന്നു. 2K × 3 6K ആണ്. അതായത് 6,000 × 5 30,000 രൂപ. 30,000 രൂപയാണ് എ എന്ത് ചെയ്തത്? ഇൻവെസ്റ്റ് ചെയ്തത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് വായിച്ചു നോക്കി. യെസ്, എക്സും വൈയും entered into a partnership with the capitals in the ratio 3:5. After 5 months, X adds 50% of capital and Y withdraws 60% of the capital. What is the share of X in the annual profit of 6.84 lakhs? ഇവിടെ നമുക്ക് എന്ത് വേണം? ഇവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു റേഷ്യോ വേണം. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ ക്യാപിറ്റൽ ആദ്യമേ 30ഉം 50ഉം ആയിരുന്നു വിചാരിക്കും. അപ്പോൾ 30 വെച്ചിട്ട് അവൻ എത്ര മാസം നിൽക്കുന്നു? 5 മാസം എക്സ് ഇടുന്നുണ്ട്.
എന്നിട്ട് 5 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? 50% ഓഫ് ദ ക്യാപിറ്റൽ, അതായത് 30ന്റെ 50% എന്ന് പറഞ്ഞാൽ 30ന്റെ പകുതി, 15 കൂടെ കൂട്ടുന്നു. ഇപ്പോൾ എത്രയായി ക്യാപിറ്റൽ? 45ആയി. അങ്ങനെ എത്ര മാസത്തേക്ക്? ബാക്കി 7 മാസത്തേക്ക്. ഇതാണ് എയുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ. ബി എന്താ ചെയ്യുന്നത്? 50 വെച്ചിട്ട് ബിയും 5 മാസം നിന്നു. ബാക്കി 7 മാസത്തേക്ക് എന്താ ചെയ്തേ? 60% ക്യാപിറ്റൽ എടുക്കുവാണ്. 60% എന്ന് പറഞ്ഞാൽ 3/5 ആണ്. 5 ആണെങ്കിൽ 3 ആണ്, 50 ആണെങ്കിൽ 30 ആണ്. ഇതിന്റെ 3/5 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 എടുത്ത് ബാക്കി എത്രയേ ഉള്ളൂ? 20 കയ്യിലുള്ളൂ. അങ്ങനെ എത്ര? 20 വെച്ചിട്ട് 7 മാസം. കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. 5 ഉണ്ട്, ഇവിടെ 5 ആകുമ്പോൾ 9, ഇവിടെ 5 ആകുമ്പോൾ 10, ഇവിടെ 5 ആകുമ്പോൾ 4. അപ്പം എന്ത് കിട്ടും? ഇവിടെ 30ഉം 63, 93. ബാക്കി എല്ലാത്തിലും 3 ഉണ്ടോ? കോമൺ ആയിട്ട് വേറെ 9 ഇല്ല. 93 റേഷ്യോ, ഇവിടെ 50ഉം 28, 78. 3 വെച്ച് കിട്ടുമ്പോൾ 31 റേഷ്യോ 26 കിട്ടും. ഇതാണ് ഇവരുടെ എന്തിൻ്റെ റേഷ്യോ? A:B പ്രോഫിറ്റിൻ്റെ റേഷ്യോ. ഇനി നമുക്ക് ഈ 31ഉം 26, 57, ഇത് റേഷ്യോ പ്രപ്പോർഷനിൽ ഒരു പാർട്ടാണ്. റേഷ്യോ പ്രപ്പോർഷൻ അറിയാവുന്നവർക്ക് ഇത് സിമ്പിളാണ്. 31, 26ഉം 57 യൂണിറ്റിനെ കറസ്പോണ്ടിങ് ചെയ്യുന്നതാണ് 6.84 ലക്ഷം. നമുക്ക് ആരുടെ വാല്യൂ വേണമെന്ന്? എക്സിൻ്റെ വാല്യൂ, 31ന്റെ വാല്യൂ. അപ്പം നമ്മുടെ ആൻസർ 31ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ 31ന്റെ മൾട്ടിപ്പിൾ വെച്ച് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാം. 31ന്റെ മൾട്ടിപ്പിൾ, ഇതിനകത്ത് 31ന്റെ മൾട്ടിപ്പിൾ, ഇത് 31ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 31ന്റെ അല്ല, ഇത് 31ന്റെ ആണോ? അതെ, 31 ബാക്കി 62, 31 മൾട്ടിപ്പിൾ, ഇത് 31ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. പേന എടുക്കാതെ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇനി 19 വെച്ച് വിട്ടോ, അല്ലെങ്കിൽ 57 വെച്ച് ക്യാൻസൽ ചെയ്യാം. 57 ഗുണം 1 57, ബാക്കി 11 114, 57 ഗുണം 2 0.12 ആണ്. 31 × 12, 31 × 12 എന്ന് പറയുമ്പോൾ 31 ഗുണം 10 310, 31 2 62, 372, 2 പോയിന്റ് കൂടാ 3.72. ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്ന ആ ഒരു സ്പീഡും, പിന്നെ ഒരാൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാൽക്കുലേഷൻസ് എല്ലാം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കേ. ഇത് നേരത്തെ ചെയ്ത, ആദ്യം ചെയ്ത, രണ്ടാമത് ചെയ്ത ക്വസ്റ്റിൻ്റെ സെയിം ഡിറ്റോ, വാല്യൂ മാത്രം മാറ്റി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ. ഒന്ന് ചെയ്ത് നോക്കേ. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കാം. A started a business with a capital of 54,000 and admitted B and C after 4 months and 6 months respectively. At the end of the year, the profit was divided in the ratio 1:4:5. What is the difference between capital invested by B and C? നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ ടൈം ആണ്. ഇവിടെ 1 4 5 ആണ്. എ എത്ര നാളത്തേക്ക് നിന്നു? എ മാറിയിട്ടില്ല, 12 മാസത്തേക്ക് നിന്നു. ബി നേരത്തെ സെയിം ക്വസ്റ്റ്യൻ. ആഫ്റ്റർ 4 മന്ത് ആണ് ബി വന്നത്, അത് 8 മാസത്തേക്ക് നിന്നു. സി 6 മന്ത് കഴിഞ്ഞാണ് വന്നത്, 6 മാസത്തേക്ക് വന്നു. ഇത് 1/2 ആണ്. നേരത്തെ ചെയ്ത സെയിം റേഷ്യോ കിട്ടും. 12 വെച്ച് കൊടുക്കുമ്പോൾ 1:6:10 എന്ന് കിട്ടും. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. 1ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്, 54K എന്ന് പറയുന്നത്. വേണ്ടുന്നത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഓഫ് ബി ആൻഡ് സി, അതായത് 6ഉം 10ന്റെ ഡിഫറൻസ് 4. 1ന്റെ വാല്യൂ 54 ആണെങ്കിൽ 4ന്റെ വാല്യൂ 54 4 216K, 216 30. ഓപ്ഷൻ ബി. കെ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1000 ആണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. അപ്പം എല്ലാം കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷേ ഒന്നുമില്ല എന്നുള്ളത് ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചാൽ. എ സ്റ്റാർട്ട്സ് എ ടാക്സി സർവീസ് ബൈ ഇൻവെസ്റ്റിംഗ് 25 ലക്ഷം. ആഫ്റ്റർ 3 months ബി ജോയിൻഡ് ദ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 40 lakhs. ദെൻ 4 months ആഫ്റ്റർ ബി ജോയിൻഡ് സി ജോയിൻഡ് ദം ബൈ ഇൻവെസ്റ്റിംഗ് 50 lakhs. 1 year ആഫ്റ്റർ എ സ്റ്റാർട്ടഡ് ദ ബിസിനസ് ദേ ഓൾ ടുഗദർ മേക്ക് ഇത്രയും പ്രോഫിറ്റ്. വാട്ട് ഈസ് സിയുടെ ഷെയർ? അപ്പോൾ ഇവിടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എഴുതാം. എയുടെയും ബിയുടെയും സിയുടെയും ടൈം തന്നിട്ടുണ്ട്. 25 ലക്ഷം വെച്ച് എത്ര മാസത്തേക്കാ? 12 മാസത്തേക്കാണ് എ ഇട്ടത്. ബി 3 മാസം കഴിഞ്ഞാണ് വന്നത്. എത്ര വെച്ചിട്ട്? 40 ലക്ഷം വെച്ച് 3 മാസം കഴിഞ്ഞ്, ബാക്കി 9 മാസം ഉണ്ട്. സി എന്താ ചെയ്തേ? 50 ലക്ഷം കൊണ്ട് വന്നു. എത്ര മാസം കഴിഞ്ഞ്? 3 മാസം കഴിഞ്ഞ് ബി വന്നു. അതും കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞാണ് സി വന്നത്. 4 months ആഫ്റ്റർ ബി ജോയിൻഡ്. 3ഉം 4ഉം 7 മാസം, ടോട്ടൽ 7 മാസം കഴിഞ്ഞാണ് സി വന്നത്. ബാക്കി 5 മാസത്തേക്ക്, 1 വർഷത്തേക്ക് നിന്നോളൂ. ഇവരുടെ റേഷ്യോ എടുക്കുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. 5 ഉണ്ട്, 5ഉം 2. ഇവിടെ 10 ഉണ്ട്. ഓക്കെ, ഇവിടെ 6 വന്നു, ഇവിടെ 5 വന്നു. 10 ഉണ്ട്, ഒരു 10 കളഞ്ഞു, ഒരു 10 കളഞ്ഞു. പിന്നെ എല്ലാത്തിലും 5 ഉണ്ടോ? വേറെ ഒന്നുമില്ല. അപ്പോൾ 30 റേഷ്യോ, 36 റേഷ്യോ 25. ഇതാണ് ഇവരുടെ റേഷ്യോ. അപ്പോൾ 273.000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്.
എന്ന് പറഞ്ഞാൽ 66ഉം 25 91ആണ്. അപ്പോൾ 91ൻ്റെ വാല്യൂ ആണ് ഇത്രയും തന്നിട്ടുള്ളത്. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണ്ടുന്നത്? സിയുടെ ഷെയർ 25ൻ്റെ വാല്യൂ വേണം. 91 ഗുണം 3 ആണ് 273. അപ്പോൾ 3 ഗുണം 25 75 ആയിരിക്കും നമ്മുടെ നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ. 75 നോൺ സീറോ ആയിട്ടുള്ള ഓപ്ഷനിലെ വാല്യൂ ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു ഇൻവെസ്റ്റ്മെൻറ്റ് ടു ടൈം വെച്ച്. ബാക്കി കാൽക്കുലേഷനൊക്കെ സിമ്പിളാണ്. അതിനകത്ത് വലിയ പ്രയാസമായിട്ടൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. 60,500 is divided among A, B, C such that A receives 2/9 as much as B and C together and B receives 3/7 as much as A and C together. What is the share of C? അപ്പോൾ ഇത്രയും രൂപയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അറിയാം. ആദ്യത്തെ കേസിൽ പറയുന്നു A receives 2/9 as much as B and C together. അപ്പോൾ ബിയും സിക്കും എയ്ക്കും, ഇപ്പോൾ എയ്ക്ക് 2 കിട്ടുന്നത്, ബിക്കും സിക്കും 9 ആണെങ്കിൽ അതാണ് A equal to 2/9 of B plus C. എയ്ക്ക് 2 ആണെങ്കിൽ ബി പ്ലസ് സിക്ക് എത്രയാണ്? 9 ആണ്. ഇനി പറയുന്നു ബി റിസീവ്സ്, ബി കിട്ടുന്ന എത്രയാണ്? 3 ആണ്. ആസ് മച്ച് ആസ് എ ആൻഡ് സി ടുഗദർ, ബിയും എ പ്ലസ് സിയും റേഷ്യോ എന്താണ്? 7 കിട്ടും. ബിക്ക് 3 കിട്ടിയാൽ എ പ്ലസ് സിക്ക് 7 ആണ് കിട്ടുന്നത്. 7 ആണെങ്കിൽ 3 ആണ് കിട്ടുന്നത് ബിക്ക്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? രണ്ടിടത്തും സെയിം ആവണം. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പൈസയാണ്. ടോട്ടൽ പൈസ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോൾ 9 2 11 വരുന്നത്. ഇവിടെ എ പ്ലസ് ബി പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടും 10 വരുന്നത്. 7 3 10 വരുന്നത്. അത് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. ഇവിടുത്തെ റേഷ്യോനെ നമ്മൾ 11 കൊണ്ട് ഗുണിക്കും. അപ്പോൾ പുതിയ റേഷ്യോ എന്ത് വരും? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 20, ഇത് 90. ഇവിടെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 33, ഇത് 17 77. റേഷ്യോയിലെ വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സ്ഥലത്തും ഒരേ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പം എന്തായി? ടോട്ടൽ ഇവിടെയും 20 90 110, ഇവിടെ 33 77 110. അപ്പോൾ 110 ആണ് നമ്മുടെ റേഷ്യോയിലെ ടോട്ടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ റേഷ്യോയിലെ ടോട്ടലായുള്ള 110ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 605.00. റേഷ്യോയിലെ 110 ആണ് 605.00 തന്നിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ഷെയർ ഓഫ് സി? സി എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് വരും? എ 20 യൂണിറ്റ്, ബി 33 യൂണിറ്റ്. ഇനി നമുക്ക് ഡയറക്റ്റ് പറയാം. എ എന്ന് പറഞ്ഞാൽ 20 എന്നും ബി എന്ന് പറഞ്ഞാൽ 33 എന്നും. എ 20ഉം ബി 33 ആണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ എത്ര? 110 ആണ് ടോട്ടൽ എ പ്ലസ് ബി പ്ലസ് സി. അതിൽ നിന്നും 53 കുറയ്ക്കുക. 53 എന്ന് പറഞ്ഞാൽ 20ഉം 33 കൂടെ കൂട്ടുന്നതാണ്. 53 കുറയ്ക്കുമ്പോൾ എത്ര വരും? 7 ആകുമ്പം 7 60, ബാക്കി 50. 57ൻ്റെ വാല്യൂ വേണം. ഇപ്പോൾ 11 കൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ചെയ്തോ? 5 55 ഗുണം 57. ആൻസറിനകത്ത് ലാസ്റ്റ് ഒരു 0 കാണും. പിന്നെ 7 5 35. 5 0-ലായിരിക്കും നമ്മുടെ ആൻസർ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷനകത്ത് 5 0-ലാണ് അവസാനിക്കുന്നത്. വേണമെങ്കിൽ ഡിജിറ്റൽ സമ്മ് നോക്കണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ നോക്കാം. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. എന്തായാലും 56 സ്ക്വയർ -1 ചെയ്താൽ മതി, കുഴപ്പമില്ല. ഡിജിറ്റൽ സമ്മ് നോക്കാം. ഡിജിറ്റൽ സമ്മ് എന്ത് വരും? 5 5 10 1 ആണ്. 5 7 12 3. ഡിജിറ്റൽ സമ്മ് 3 വരും അല്ലേ? 3 അല്ലേ വരുന്നത്? 3 വരും. 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 3 വരും നോക്കാം. 9 നോക്കണ്ട. 8 2 10 15 3 ആണ്. ഇതെന്തായാലും അല്ല. 8 9 12. ഓക്കെ, ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 11ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം. 11ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 10, ഇവിടെ 14. 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ 3 3 6, ഇവിടെ 6. 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഡിഫറൻസ് 0യോ 11ൻ്റെ മൾട്ടിപ്പിൾ വരണം. അതൊക്കെ SSCGD ക്ലാസ്സിൽ എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 2 5, ഇവിടെ 7 5 12. 7 ഡിഫറൻസ്. ഇതല്ല ഓപ്ഷൻസ് ബി അല്ല, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 55 ഗുണം 57, 55 ഗുണം 7 ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അല്ലെങ്കിൽ 56 സ്ക്വയർ -1 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, 56 -1 ഇൻറ്റു 56 + 1. അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാൽക്കുലേഷൻ്റെ മെത്തേഡ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. കേശവും സുർജീതും തോമസും സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ റേഷ്യോ 2:3:4. The ratio of the periods of investment is 5:6:9. 20% of the profit was spent on rent and maintenance of the office. Remaining profit were distributed among themselves. If the difference in shares of profit of Keshav and Surjit is ഇത്രയും, then how much is the total profit? നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്തതാണ്. അപ്പം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ഇത്രയും ഈ 10 ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് എന്താവത്തില്ല, പുറത്തുനിന്ന് വരത്തില്ല, അല്ലെങ്കിൽ തെറ്റത്തില്ല. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. ഇതുപോലാണ് എല്ലാ ടോപ്പിക്കും എടുത്ത് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ ഇൻവെസ്റ്റ്മെന്റും ടൈം പീരീഡും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താ വരേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് ടു ടൈം ആണ്. ഇപ്പോൾ 2 × 5 ഇൻവെസ്റ്റ്മെന്റ് ടു ടൈം, അതാണ് പ്രോഫിറ്റ്. 2 ആണ്, ഇവിടെ 5 ആണ്. അതായത് 10 യൂണിറ്റ് ഇവിടെ കിട്ടും. 3 × 6 18 യൂണിറ്റ് ഇവിടെ കിട്ടും. 4 × 9 36 ഇവിടെ കിട്ടും. നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5:9:18 36 അല്ലേ വേണം. അതെ, ഇതാണ് ഇവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 20% ടോട്ടൽ പ്രോഫിറ്റ് പി ആണെങ്കിൽ അതിന്റെ 20% എന്ത് ചെയ്തു? മെയിൻ്റനൻസിന് പോയി. അപ്പോൾ പിയുടെ 80% നമുക്ക് ഇനി ബാക്കിയുള്ളൂ. 80% എന്ന് പറഞ്ഞാൽ 4/5 ആണ്. അത് മാത്രമേ ബാക്കിയുള്ളൂ.
അപ്പോൾ നമുക്ക് പറയാം ഈ 7264 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് പി ആണെങ്കിൽ അതിൻ്റെ 80% ഞാൻ 4/5 എന്ന് എഴുതുവാണ്. 80/100 അല്ലെങ്കിൽ 80% 4/5 നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ 80%ത്തിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ഓഫ് പ്രോഫിറ്റ് ഓഫ് കേശവ് ആൻഡ് സുർജിത്ത്. ഇത് കേശവാണ്, സുർജിത്താണ്, തോമസ് ആണ്. അപ്പോൾ കേശവ്, സുർജിത്ത്, തോമസ് മൂന്നുപേർക്ക് കൂടി കിട്ടുന്ന എത്ര രൂപയാണ്? 18, 9, 27, 5, 32 ആ 32 ഡിഫറൻസ് ബിറ്റ്വീൻ കേശവ് ആൻഡ് സുർജിത്ത് എത്രയാണ്? 5 - 9 4 യൂണിറ്റാണ്. അപ്പം 4/32 പാർട്ടാണ് ആർക്ക് കിട്ടുന്നത്? കേശവിൻ്റെയും സുർജിത്തിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 4/32. ടോട്ടൽ പ്രോഫിറ്റ് 32 ഉണ്ടെങ്കിൽ അതിൽ 4 നമ്മുടെ സുർജിത്തിൻ്റെയും കേശവിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, വേണ്ടുന്ന ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പിയുടെ വാല്യൂ ആണ് വേണ്ടത്. മനസ്സിലായാലും ഇത് റേഷ്യോയുടെ കൺസെപ്റ്റാണ്. ടോട്ടൽ 32 ഉണ്ടെങ്കിൽ അതിൽ 4 അവരുടെ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ 4/32 ഓഫ് 80% ഓഫ് പി ആണ് ഈ തന്നിട്ടുള്ളത്. നമുക്ക് പിയുടെ വാല്യൂ വേണം, ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ 4 4 16 ഇവിടെ 2 വരും. 5 2 10 ഈ 10 അങ്ങോട്ട് പോകുമ്പോൾ ഒരു 0 ഇവിടെ വരും. ആൻസർ എന്ത് വരും? 72,640. ടോട്ടൽ പ്രോഫിറ്റ് എത്ര ആയെങ്കിലേ പറ്റൂ? 72,640 രൂപയാണെങ്കിലേ പറ്റൂ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും, പക്ഷേ ഇതിനകത്ത് എന്തില്ല, ഒന്നുമായിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ 10 ക്വസ്റ്റ്യൻസ്, അതും വെറുതെ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ല, ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വന്നിട്ടുള്ള എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ ചുമ്മാ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി തന്നെ എല്ലാവരും പഠിക്കുക. ഇപ്പം മെയിൻസിൽ എഴുതാൻ പോകുന്നവരായാലും ഇത് കണ്ട് പഠിക്കുക. അതുപോലെ ഇനി അടുത്ത എക്സാമിന് പ്രിലിംസ് എഴുതാനുള്ളവരായാലും മെയിൻസ് എഴുതാനുള്ളവരായാലും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് അത്ര കൂടുതലായതിന് കാരണം ഒരുപാട് പേർക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ പ്രിലിംസ് ലെവലിൽ മാത്രം, പ്രിലിംസ് ലെവലെന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു ലെവലേ ഇല്ല. നിങ്ങൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കടമ്പ താണ്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം കട്ട് ഓഫ് ഇത്ര ഹൈ ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, വ്യൂസ് കുറവായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് നിങ്ങൾ തേടി വരും. ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും എല്ലാം തേടി വരും. ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച് സെറ്റായിട്ട് പോകാം. ഒരുപാട് ക്ലാസ്സുകളാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സീരീസിലൂടെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളെല്ലാവരും ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക. ക്ലാസ്സുകളെല്ലാം മുന്നത്തെ 2023 ചെയ്തിട്ടുണ്ട്, 2022 CGL ഉണ്ട്, 2024 CGL വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സുകൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് പഠിക്കണം, ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാണിച്ച നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു.